ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാ നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോയെന്റെ മുന്നിന്ന്. പറഞ്ഞത് കേട്ടില്ലടി. ഇനി എന്തിനാ നീ നോക്കി നിൽക്കുമേ? ഇറങ്ങ, പടിക്ക് പുറത്തിറങ്ങാൻ. ദേവന് വേണ്ടാത്ത നിന്നെ ആറ്റുവാ ശരിക്കും വേണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. ഇറങ്ങടിയാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ. പോടി അങ്ങോട്ട്. മാഡം, വേറെ ആരെന്നെ തള്ളി പറഞ്ഞാലും എന്റെ അച്ഛൻ എന്നോട് അങ്ങനെ പറയുന്നു ഞാൻ കരുതിയില്ല. എന്റെ മനസ്സിൽ ഞാൻ കെട്ടിപ്പൊക്കിയ സ്നേഹത്തിന്റെ കണക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ മാഡം. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് മാത്രം ശിക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് പാപ ചെയ്തത്? എല്ലാത്തിനും ഓരോ ഉത്തരവേ ഉള്ളൂ. എന്റെ ജന്മം ശരിയല്ല. എന്നെ എന്തിനാ അമ്മ ബാക്കി വെച്ചത്? വേണ്ടെന്ന് തോന്നിയപ്പോ ആ നിമിഷം എന്നെ കൊന്നാ മതിയായിരുന്നല്ലോ. ഇങ്ങനെ ആരെങ്കിലും എടുത്തു വളർത്തുന്ന രീതിയിൽ കൊണ്ടുവന്നിടുന്നായിരുന്നോ? മോളെ, ആ അമ്മയുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ലല്ലോ. ശപിക്കരുത്. അച്ഛനോടും അമ്മയോടും ഒരിക്കലും മോൾക്ക് മനസ്സിലൊരു വെറുപ്പ് തോന്നരുത്. അവർക്ക് മോളെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ അവര് നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിലാ. അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. ഒരു ദിവസം തികച്ചും മോളെ കാണാതിരിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല മോളെ, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ എന്തിനാ? മിണ്ടണ്ട, മുഖത്ത് നോക്കണ്ട, അവിടെ ഏതേലും ഒരു മൂലയിൽ പോയിരുന്നോളം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എനിക്ക് അച്ഛനെ കാണായിരുന്നല്ലോ, അച്ഛന്റെ ശബ്ദം കേൾക്കായിരുന്നല്ലോ. ഓരോ വാക്ക് പറയുമ്പോഴും ഒരു കടലിന്റെ ആഴമുണ്ട് മോളുടെ സങ്കടത്തിന്. ഇപ്പോ മോള് വേറൊന്നും ആലോചിക്കണ്ട. ഞാനുണ്ട് മോളുടെ കൂടെ. നമ്മള് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവാ. ഈ സങ്കടങ്ങളൊന്നുമില്ലാത്ത ഒരു ദൂരത്തേക്ക്. അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മോളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ?